SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ 6ാം വാരത്തിലെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കാനാണ് ഒരു വർഷം നീളുന്ന ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ SKN40 രണ്ടാം ഘട്ടം തുടരുകയാണ്. ജ്യോതിർഗമയ ആരംഭിക്കുന്നു. വയനാട് അമ്പലവയലിൽ പഞ്ചറൊട്ടിക്കുന്ന പശ കുട്ടികൾ ലഹരിയായി ഉപയോഗിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നത്തെ ജ്യോതിർഗമയയിൽ പുറത്തു വന്നത്. സൈക്കിളിന് ഒട്ടിക്കുന്ന പശ ഉൾപ്പെടെ വലിച്ച് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പോലീസും എക്സൈസും കർശന നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പുതിയ തലമുറ ഈ മയക്കുമരുന്നിൻ്റെ അടിമകളായി തീരുന്ന അവസ്ഥയാണുള്ളത്. ലഹരിയുടെ പിടിയിൽ നിന്നും തിരിച്ചുവന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കളമശ്ശേരി സ്വദേശി ജോസും ജ്യോതിർഗമയുടെ ഭാഗമായി. എനിക്ക് മദ്യത്തിൽ നിന്ന് ഒത്തിരി ദുരനുഭവങ്ങളാണ് ഉണ്ടായത്. എൻ്റെ വീട്ടുകാർ നോക്കി ഭാര്യ ഒന്ന് കുറച്ച് കാലം നോക്കിയിട്ട് നന്നാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ വിട്ടിട്ട് അവർ കൊച്ചായിട്ട് പോയി കളഞ്ഞു. 11 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഏതാണ്ട് ഒരുവിധം ആ നാട്ടിൽ തന്നെ ഇതിനെതിരെ വർക്ക് ചെയ്യാൻ തുടങ്ങി. മദ്യത്തിനെതിരെ പ്രവർത്തിച്ചാലാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ കോഴിക്കോട് സ്വദേശി ടിൻഡുമോൾ ശബ്ദാനുകരണ കലയിലൂടെ ജ്യോതിർഗമയയിൽ പങ്കാളിയായി. ഞാൻ ഫിറ്റാണോ? ഞാൻ കുടിക്കില്ല. സത്യം. കൊല്ലം പോരുവഴി സത്യചിത്ര ഗ്രാമീണ ഗ്രന്ഥശാലയും കൊല്ലം ഹാഗ്യോസും ചേർന്നൊരുക്കിയ പാവനാടകം വ്യത്യസ്തമായ അനുഭവമായി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.